ഹലോ, വിത്ത് യുവർ ഹാൻഡ്സ് എന്നതിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 5 സ്റ്റിച്ചുകളാണ് നോക്കാൻ പോകുന്നത്. ബേസിക് സ്റ്റിച്ചസാണ്. ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ആ 2 ലൈനിൽ മുകളിലത്തെ ലൈനിലായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ നീഡിൽ കുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ നേരെ താഴെ രണ്ടാമത്തെ ലൈനിൽ ഇതുപോലെ കുത്തിയിറക്കുക. നീഡിൽ താഴേക്ക് ഇറക്കിയിട്ട് ത്രെഡ് ടൈറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് ആ 2 ലൈനിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ കുറച്ച് നീക്കിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ നമുക്കൊരു വി ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് ഇവിടെ ഇങ്ങനെ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുക. അപ്പോൾ ആ സ്റ്റിച്ച് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്യാം. അതിന് നേരെ കുത്തുക. എന്നിട്ട് സെൻറ്ററിൽ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ലീഫൊക്കെ ഫില്ല് ചെയ്യാൻ നല്ലതാണ്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ലീഫൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് ഫ്ലൈ സ്റ്റിച്ച് വെച്ച് ചെയ്താൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ഇതുപോലെ നേരിട്ട് കുത്തി ഇതുപോലെ എടുക്കാം. കുത്തി താത്തി എടുക്കുന്നതിന് പകരം ഇങ്ങനെ നീഡിൽ വെച്ച് കറക്റ്റായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത് ഓരോ സ്റ്റിച്ചും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ ഈ അവസാനം കുത്തുന്നത് കുറച്ച് നീക്കിയിട്ട് കുത്തുകയാണ്. എന്നിട്ടിനി അടുത്ത ഫ്ലൈ സ്റ്റിച്ചിന് വേണ്ടി കുറച്ച് പുറകിലേക്ക് നീക്കിയിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് അതിന് നേരെ താഴെ കുത്തിയിട്ട് ആ തൊട്ട് മുമ്പത്തെ സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് വേണം ഈ സ്റ്റിച്ചിൻ്റെ വി ഷേപ്പ് അവസാനിക്കാൻ. ഇങ്ങനെ ഇരിക്കണം, എന്നാലേ അത് ജോയിൻ്റായിട്ട് വരുള്ളൂ. വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കുത്തി താത്തിയെടുക്കുക. നമ്മളിങ്ങനെ കുത്തുന്നതിൻ്റെ വലിപ്പം നമുക്ക് എത്ര അടുത്ത് സ്റ്റിച്ച് അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ ഗ്യാപ്പ് കുറച്ച് കുത്താം. അകത്തിയാണ് വേണ്ടെങ്കിൽ ഇതുപോലെ കുത്തിയെടുക്കാം. അത് തമ്മിലിങ്ങനെ ജോയിൻ്റായിട്ടിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അതിനായിട്ട് ഞാനിവിടെ 4 ലൈൻ ഇട്ടിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ലൈനിൽ ഇതുപോലെ കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈൻ സ്കിപ്പ് ചെയ്യുക. പിന്നത്തെ ലൈനിൽ, അതായത് 3ാമത്തെ ലൈനിൽ ആ കുത്തിയതിന് നേരെ താഴെയായിട്ട് ഇതുപോലെ കുത്തുക. എന്നിട്ട് ആ സെൻറ്ററിലത്തെ ലൈനിൽ കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ എടുക്കുക. അതായത് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് കുത്തി താത്തണ്ട, അതിന് മുമ്പ് തന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ലൈൻ സ്കിപ്പ് ചെയ്യുക. പിന്നത്തെ ലൈനിൽ ആ എവിടെയാണോ അവസാനിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് നേരെ താഴെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2ൻ്റെ സെൻറ്ററിലുള്ള ലൈനിൽ കുറച്ച് നീക്കി ഇതുപോലെ കുത്തിയെടുക്കുക. വീണ്ടും അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ലൈൻ എടുക്കുക. അതിന് നേരെ ഇവിടെ കുത്തി എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയ ഗ്യാപ്പിൽ കുത്തിയെടുക്കുക. ഈ കുത്തിയെടുക്കുന്ന ഗ്യാപ്പുകളെല്ലാം ഒരുപോലെ ഇരിക്കണം. എന്നാലേ ആ സ്റ്റിച്ചിന് നല്ലൊരു ഭംഗി വരുള്ളൂ കഴിയുമ്പോൾ. ഈ സ്റ്റിച്ച് നമുക്ക് ഈ മരങ്ങളുടെയൊക്കെ ചില്ലകളും അങ്ങനെ അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ്. ചെറിയ ചെറിയ സ്റ്റെമ്മുകളൊക്കെ തയ്ക്കാൻ നല്ലതാണ്. അതുപോലെ നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചായിട്ട് ഇതിനിടയിൽ ഫ്രഞ്ച് നോട്ടും അതുപോലെ ലേസി ഡേസിയൊക്കെ ചെയ്ത് ബോർഡർ സ്റ്റിച്ചായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നേരിട്ട് കുത്തി അങ്ങ് എടുത്താൽ മതി. കുത്തിയെടുത്ത് എൻഡിലെത്തുമ്പം നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് നിർത്തുന്നത് പോലെ അതിൻ്റെ തൊട്ടടുത്ത് ചേർത്ത് നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുക.
ഫെദർ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യത്തെ ഗ്യാപ്പ് അവസാനം എത്തുമ്പോൾ കുറച്ച് അടുപ്പിച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗ്യാപ്പ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെതർ സ്റ്റിച്ചാണ്. അതിന് ഞാൻ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതും ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ്. ഫ്ലൈ സ്റ്റിച്ച് ചെയ്തതുപോലെ ഇതുപോലെ നമ്മൾ കുത്തിയെടുത്തു. അതിൻ്റെ നേരെ താഴത്തെ ലൈനിൽ കുത്തി സെൻറ്ററിൽ കുത്തിയെടുത്തു. എന്നിട്ട് അവിടെ നീഡിൽ താഴേക്ക് ഇറക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലൈ സ്റ്റിച്ച് അവിടെ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് കുറച്ച് താഴെയായിട്ട് സെൻറ്ററിൽ ഇതുപോലെ കുത്തിയെടുത്തിട്ട് ആദ്യം തയ്ച്ച ഫ്ലൈ സ്റ്റിച്ചിനിടയിലൂടെ നീഡിൽ ഇതുപോലെ കോർത്തെടുക്കുകയാണ്. ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് ആ സെയിം പോയിൻറ്റിൽ തന്നെ ഇതുപോലെ ഇറക്കുക. നീഡിൽ താത്തി ഇറക്കുക. ഇപ്പം നമുക്കവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് വേണം അടുത്ത വി ഷേപ്പ് വരാൻ. വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് അതിൻ്റെ നേരെ താഴെ കുത്തുക. കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ കുത്തിപ്പോക്കുക. കാരണം അവിടെ ഗ്യാപ്പ് വരുത്തരുത്. കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ കുത്തണം. ഇതുപോലെ അടുത്തടുത്തിരിക്കണം. കുത്തി താഴേക്ക് ഇറക്കി കുറച്ച് നീക്കി വീണ്ടും മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കിനി ആ ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ കോർക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ വേണം നീഡിലെടുക്കാൻ. അതിൻ്റെ എല്ലാ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ എടുത്ത് വലിച്ചെടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റിൽ ഇറക്കുക. ഈ സ്റ്റിച്ച് നമുക്ക് അകലം കൂട്ടിയും കുറച്ചും ചെയ്യാം. അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ അകൽച്ച ഇട്ടിട്ടും ചെയ്യാം. ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ബോർഡറൊക്കെ ചെയ്യാനാണ്. ഒരു ബോർഡർ സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. ആ കോർത്തെടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലോത്തിൽ നീഡിൽ കുത്തരുത്. ആ ത്രെഡിനിടയിൽ കൂടെ മാത്രം പതുക്കെ കോർത്തെടുക്കാനേ പാടുള്ളൂ. ഗ്യാപ്പ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ അത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒടുവിലെത്തുമ്പോൾ ഇതുപോലെ നീഡിൽ താഴേക്ക് കുത്തി ഇറക്കുക. നമ്മുടെ വെതർ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇവിടെയും ഞാൻ പല ഗ്യാപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് ഇഷ്ടാനുസരണം ചെയ്യാം. അടുത്തത് ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സാറ്റിൻ സ്റ്റിച്ച് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. 2 ലൈൻ ഇട്ടിട്ടുണ്ട്. മുകളിലത്തെ ലൈനിൽ ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിന് നേരെ താഴെ ഇതുപോലെ രണ്ടാമത്തെ ലൈനിൽ കുത്തി താഴേക്ക് ഇറക്കുക. വീണ്ടും ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ട് ചേർന്ന്, ഒട്ടും ഗ്യാപ്പ് വരുത്തരുത്, തൊട്ട് ചേർന്ന് ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനോട് തൊട്ട് ചേർന്ന് ഇതുപോലെ താഴേക്ക് എടുക്കുക. ഇതുപോലെ അടുത്തടുത്തിരിക്കണം സാറ്റിൻ സ്റ്റിച്ച്. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വരുത്തണമെങ്കിൽ, ഒട്ടും ഗ്യാപ്പ് വരാതെയുള്ള ഫില്ലിങ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കണം, പരന്നിരിക്കണം. അതായത് ഒരു സ്റ്റിച്ചിനെ മുകളിലേക്ക് അടുത്തത് കയറുകയും ചെയ്യരുത്, ഒട്ടും ഗ്യാപ്പ് വരികയും ചെയ്യരുത്. നമുക്കിതുപോലെ നീഡിൽ താഴെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കാം. നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതനുസരിച്ച് കുത്തിയെടുത്താൽ മതി. പെറ്റലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതുപോലെ നീഡിൽ കുത്തിയെടുത്താൽ മതി. ചെയ്യുമ്പോൾ ഗ്യാപ്പ് വരുത്തരുത്. അതുപോലെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ക്ലോത്ത് ചുളുങ്ങാതെയും ശ്രദ്ധിക്കണം. വല്ലാതെ വലിക്കുമ്പോൾ ചിലപ്പം ഇടയിലുള്ള വീതി കൂട്ടിയൊക്കെ തയ്ക്കുമ്പം
ഇടയിലത്തെ ക്ലോത്ത് ചുളുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതെയും ശ്രദ്ധിക്കണം. ഇത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടതൊക്കെ ആണെങ്കിൽ ഇത്രയും കട്ടിയിൽ ത്രെഡ് എടുക്കേണ്ടതുള്ളൂ. നമുക്ക് ചെറിയ കനം കുറഞ്ഞ ഉടുപ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇഴകളുടെ എണ്ണം കുറച്ചിട്ട്, അതായത് 2 സ്ട്രാൻഡ്സോ 3 സ്ട്രാൻഡ്സൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യണം. അപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കിട്ടും സാറ്റിൻ സ്റ്റിച്ച്. അത് ക്ലോത്തിനോട് ചേർന്ന് പറ്റി ചേർന്നിരിക്കുന്ന ഒരു ഫില്ലിങ്ങാണ് സാറ്റിൻ സ്റ്റിച്ച്. നമ്മൾ കുത്തിയെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാലേ അതിന് ഭംഗി വരുള്ളൂ. ഇതുപോലെ കുത്തി കുത്തി എടുത്താൽ മതി. ഇപ്പം ഞാനൊരു 3 സെറ്റ് തയ്ച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കണം, ഒന്നിന് മുകളിൽ ഒന്ന് കയറരുത്, ഇതുപോലെ ഇരിക്കണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീഡ് സ്റ്റിച്ചാണ്. വളരെ എളുപ്പമാണിത്. നമുക്കൊരു റാൻഡമായിട്ടുള്ള ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. നമ്മളിതുപോലെ വെറുതെ നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക, താഴേക്ക് ഇറക്കുക. വീണ്ടും അടുത്തൊരു ഡയറക്ഷനിൽ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തുക, വേറൊരു ഡയറക്ഷനിൽ ഇതുപോലെ കുത്തി ഇറക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇതുപോലെ കുത്തിയെടുത്താൽ മതി. പക്ഷേ ആ സ്റ്റിച്ച് നമുക്ക് ഭംഗിയായി കിട്ടണമെങ്കിൽ ആ സ്റ്റിച്ചുകളുടെ വലിപ്പമെല്ലാം ഒരുപോലെ ഇരിക്കണം. അതുപോലെ തമ്മിലുള്ള ഗ്യാപ്പുകളും ഒരുപോലെ ആയിരിക്കണം. ഡയറക്ഷൻ പക്ഷേ മാറി മാറിയിരിക്കണം. ഒരേ ഡയറക്ഷനിൽ സീഡ് സ്റ്റിച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. പല പല ഡയറക്ഷനിൽ ഇതുപോലെ കുത്തി ഇറക്കിയാൽ മതി. നമുക്കൊരു വലിയ ഏരിയ മുഴുവൻ ഫില്ല് ചെയ്യണം. എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ഫില്ലാവണ്ട, ഇതുപോലെ റാൻഡമായിട്ട് ഫില്ലിങ് മതിയെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിച്ചാണ് സീഡ് സ്റ്റിച്ച്. നമുക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം. വലിയ ഏരിയയിലൊക്കെ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ഞാനിപ്പോൾ ആ ഒരു ബോക്സിനകത്ത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പുകൾ നമുക്ക് ഇഷ്ടാനുസരണം അകറ്റിയോ അടുപ്പിച്ചോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 5 സ്റ്റിച്ച് പഠിച്ചു. ഫ്ലൈ സ്റ്റിച്ച്, വെതർ സ്റ്റിച്ച്, അതുപോലെ സാറ്റിൻ സ്റ്റിച്ച്, സീഡ് സ്റ്റിച്ച്. ഈ 5 സ്റ്റിച്ചുകളും നമ്മുടെ ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചുകൾ തന്നെയാണ്. ഈ സ്റ്റിച്ചുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അടുത്ത വീഡിയോകളിൽ ഞാൻ ഇടാം. ഈ സ്റ്റിച്ചുകൾ കാണുമ്പോൾ നമുക്കത് ഏത് ഡിസൈനിൽ ചെയ്യാൻ പറ്റും എന്ന് അറിയുന്നത് നമ്മളത് ചെയ്തു നോക്കുമ്പോൾ, അതുകൊണ്ട് പല ഡിസൈനായിട്ട് ഞാൻ ഇനി ഇടാം. എംബ്രോയിഡറി സ്റ്റിച്ചുകളുടെ വീഡിയോസ് ഇതിന് മുമ്പ് ഞാനും 2 പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടമുള്ളവർക്ക്, സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്